ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ ചോക്ലേറ്റിൻ്റെ പാക്കിങ് മെഷീനിലേക്ക് ആക്കിയ കാര്യം, മെഷീൻ പാക്കിങ് ഇതുപോലെ ഡയറി മിൽക്കൊക്കെ വരുന്ന പോലെ ഇതുപോലെ മെഷീൻ പാക്കിങ് ആക്കിയ കാര്യം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ 6 കിലോ ചോക്ലേറ്റ് ഈവനിങ്ങിൽ ഉണ്ടാക്കിയ അത് ആ നൈറ്റ് മുഴുവൻ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ഞങ്ങളത് പാക്ക് ചെയ്യും. അത് നമ്മൾ കൈകൊണ്ടാണല്ലോ, ഹാൻഡ് മെയ്ഡായിട്ടാണ് പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് പാക്ക് ചെയ്ത് അത് ബോക്സിലാക്കി കഴിഞ്ഞ് ഈവനിങ്ങിൽ വീണ്ടും അടുത്ത 6 കിലോ ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മെഷീൻ പാക്കിംഗ് ആയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 6 കിലോ ഒന്നും പോരാ, കൂടുതൽ ഉണ്ടാക്കിയാലാണ് നമുക്ക് മെഷീൻ ഓണാക്കി അത്രയും സമയം കൊണ്ട് ഈ 30 കിലോ അല്ലെങ്കിൽ 50 കിലോ ഒക്കെ വെറും 2 മണിക്കൂർ കൊണ്ടാണ് മെഷീനിൽ പാക്ക് ചെയ്ത് കഴിയുക കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ ചോക്ലേറ്റ്സ് ഉണ്ടാക്കണം. അങ്ങനെ കൂടുതൽ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്ന ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ 5:30ക്കാണ് എഴുന്നേറ്റത് കേട്ടോ. അതിപ്പോൾ ഈ 2025 ജനുവരി മുതൽ 1-ാം തീയതി മുതൽ ഞാൻ ഈ 5:30ക്ക് എണീക്കുന്ന ഒരു സ്വഭാവം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. എല്ലാ ദിവസമൊന്നുമല്ല, ഞാനിങ്ങനെ എണീറ്റ് ശീലമായി വരുന്നു. നമ്മൾ ഈ കുറേ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് രാവിലെ അത്രയും നേരത്തെ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ ഒരു വർഷം നേരത്തെ എണീക്കാനായിട്ട്. ഈ 5:30 ആകുമ്പോൾ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമുള്ള പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ദിവസം ചെയ്ത് തീർക്കാനായിട്ടും പറ്റും. അതുമാത്രമല്ല, തിരക്ക് പിടിക്കാതെ റിലാക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനും കുറച്ച് നേരത്തെ എണീറ്റാൽ പറ്റും കേട്ടോ. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായാലും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവരായാലും ഇതുപോലെ സ്വന്തമായിട്ട് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കുറേ സമയം കിട്ടും. നമുക്ക് ഹോം മെയ്ഡായിട്ട് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ സമയം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ 5:30ക്ക് എണീക്കുമ്പോൾ. പിന്നെ ആരോഗ്യപരമായിട്ട് മോശമായതുകൊണ്ടാണ് അങ്ങനെ നോക്കാത്തത്. 6 മണി കഴിഞ്ഞിട്ടാണ് മിക്കതും എണീക്കാറ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വർഷം തൊട്ട് ഞാൻ 5:30ക്ക് എണീക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാനിപ്പോൾ 5:30ക്ക് എണീക്കും കേട്ടോ. പിന്നെ ചോക്ലേറ്റിൻ്റെ ഉണ്ടാക്കലും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഒരുവിധം മുടക്കാതെ തന്നെ ഞാൻ 5:30ക്ക് എണീക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ 5:30ക്ക് എണീറ്റ് വന്നു. നല്ല തണുപ്പാണ് കേട്ടോ, പുറത്ത് നല്ല ഇരുട്ടുമാണ്, പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചൂടുവെള്ളമാണ് വെക്കണേ. ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ച് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഈ തണുപ്പായതുകൊണ്ടേ കുറച്ച് ദിവസമായിട്ട് മാറി ഇവിടെ ചുമ, കഫക്കെട്ട്, തലവേദന, ജലദോഷം എന്നുള്ള രീതിയിലാണ്. ആദ്യം പപ്പയ്ക്ക് വന്നു, പിന്നെ ആദൂന് വന്നു. ഒക്കെ 2-3 ദിവസമൊക്കെ ആദൂന് ഉണ്ടായുള്ളൂ. പിന്നാലെ എനിക്ക് വന്നു. അപ്പം അങ്ങനെ മാറി കഫക്കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഈ തണുത്ത വെള്ളം കുടിക്കരുതാണ്. ഫ്രിഡ്ജിൽ വെക്കുന്ന പരിപാടി ഇല്ല, അല്ലെങ്കിലും ചൂടുവെള്ളം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ഥിരം ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അതാ രാവിലെ എണീറ്റ് വന്ന വഴിക്ക് തന്നെ നമ്മൾ ജീരകവും പിന്നെ ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിച്ചത് കേട്ടോ. അത് നമുക്ക് ഞാൻ മാറി ഇടും. തുളസി ഇല ഇടും, പനിക്കൂർക്കയുടെ ഇല ഇടും. ഓരോ ദിവസവും ഓരോരോ സാധനങ്ങൾ ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ വെള്ളം തിളപ്പിക്കുക. അപ്പോൾ വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിൽ വെച്ചു കുറച്ച് ഞാൻ കുടിക്കാനൊക്കെ എടുത്ത് അങ്ങനെ ബാക്കി പണികൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സബോള, ഇഞ്ചി, പച്ചമുളക് സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. റവ വറക്കാത്തതാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട വെള്ളം ഞാൻ സെപ്പറേറ്റ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജനിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ഉഴുന്ന് കേട്ടോ, ഒരു പിടി ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മളതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചക്കറി ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ എൻ്റെ അടുത്തൊന്നും പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ക്യാരറ്റ് ചേർക്കണില്ല കേട്ടോ. അല്ലെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ക്യാരറ്റ്, ബീൻസൊക്കെ അങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടോ ഗ്രേറ്റ് ചെയ്തിട്ടോ ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ സബോളയൊക്കെ ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ അതിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 തരത്തിലും വെക്കും. റവ ആദ്യം വറുത്ത് വെക്കും. ഞാൻ സാധാരണ റവ കൊടുന്നു കഴിഞ്ഞാൽ ഞാൻ വറുത്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിപ്പോൾ വറുത്ത് വെച്ചിട്ടില്ല, കവറിൽ നിന്ന് അങ്ങനെ തന്നെ ഞാൻ അളന്നെടുക്കുക ചെയ്തത് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായി വറുത്ത് വരുമ്പോഴേക്കും വെള്ളം ചൂടായിട്ടുണ്ട്. 1 ഗ്ലാസ് റവയ്ക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ കറക്റ്റായി അളന്നാണ് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക. അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. 1 മിനിറ്റ് അങ്ങ് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ വറ്റിയതാ ഇതുപോലെ റവയൊക്കെ വെന്ത് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരവിയതിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് എത്ര കൂടുതൽ ഇടാൻ പറ്റുമോ അത്ര ഇടാം. ഞാനൊരു അരമുറിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വെള്ളം തിളപ്പിക്കുന്ന സമയത്താണ് ഞാൻ ഉപ്പിട്ടത് കേട്ടോ. വെള്ളത്തിലാണ് ഉപ്പിട്ടത്, കാരണം ആ വെള്ളം മുഴുവൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണല്ലോ.
അതുകൊണ്ട് 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള ഒരു കണക്കിലാണ് ഞാൻ വെള്ളം എടുക്കാറ് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും ആ റവയൊക്കെ നന്നായിട്ട് അങ്ങ് ആ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു ഉപ്പുമാവിൻ്റെ പരുവായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ചെറിയൊരു ഇങ്ങനെ കട്ട പോലെയുണ്ട്. അതിന് കുറച്ചുകൂടി കഴിയുമ്പോൾ നന്നായിട്ട് ഉപ്പുമാവ് റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കുക, ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ഇട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ സാമ്പാർ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് ചോക്ലേറ്റിൻ്റെ പണിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഉച്ചയ്ക്കിലേക്കുള്ള എല്ലാ കാര്യങ്ങളും കഴിച്ച് വെച്ചിട്ട് വേണം അത് തുടങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അധികം കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മത്തങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ഒരു സബോളയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മത്തങ്ങ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. മത്തങ്ങയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ ഇന്നാൾ എലിശ്ശേരി വെച്ചതാണ്. വലിയൊരു മത്തങ്ങ ഓടുന്നതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ എലിശ്ശേരി വെച്ചു. അതിൻ്റെ ബാക്കി അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് തന്നെ വെച്ച് കഴിക്കണം. അത് കുറച്ച് ദിവസമായി. അപ്പോൾ അതിങ്ങനെ ഭയങ്കര വിറങ്ങലിച്ച പോലെയായി. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മത്തങ്ങ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് വെക്കുക. അപ്പോൾ പരിപ്പൊന്ന് കഴുകിയിട്ടു. അതിലേക്ക് ഒരു സവോള, ഒരു ഉരുളക്കിഴങ്ങ്, ഇതുപോലെ മത്തങ്ങ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊരു വിസിൽ വരാൻ വേണ്ടി വെക്കാം കേട്ടോ. അത് വിസിൽ വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇതിട്ട് കൊടുക്കാം, അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തൃശ്ശൂർ സ്റ്റൈലിലെ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് എപ്പോഴും വയ്ക്കുക. അപ്പോൾ അത് വെക്കുമ്പോൾ കുറച്ച് നീട്ടം കിട്ടും. അതായത് ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്കും ഒക്കെ നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കായാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഞാൻ കായത്തിൻ്റെ പൊടിയല്ല, കായത്തിൻ്റെ കഷ്ണമായിട്ട് വരില്ലേ, LG കായത്തിൻ്റെ വലിയ ഒരു ഇത്, അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കും. അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ പൊരി പോലെ നന്നായിട്ടൊന്ന് പൊന്തി 2 സൈഡും ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മളതൊരു സൈഡിലേക്ക് നീക്കിയിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കും കേട്ടോ. ഈ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പലതവണ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റെസിപ്പി കൂടി ഷെയർ ചെയ്യണത്. അപ്പോൾ അതാ ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ മുഴുവൻ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ മല്ലിക്ക് പകരം മുഴുവൻ മല്ലിപ്പൊടിക്ക് പകരം മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി 2 സ്പൂണിൻ്റെ പാത്രത്തിലെ മുളക് പൊടി കഴിഞ്ഞു. ഇനി അതിൽ കവറിൽ നിന്ന് എടുത്ത് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം ഉടക്കണ അതിലേക്ക് തട്ടി പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വരണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിടണം കേട്ടോ പൊടികൾ ഇടുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങ വറുത്ത് കൈ പിടിക്കും. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ ബോറടിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഇത് തന്നെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് ഇനി ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അത് അരച്ചൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ വിസിൽ വന്ന് നന്നായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം മത്തങ്ങ ആയതുകൊണ്ടേ പെട്ടെന്ന് ഇങ്ങനെ കുറുകി ഇരിക്കും. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിഴിയൻ പുളി ഉണ്ടല്ലോ സാമ്പാറിലേക്ക്, പുളി പിഴിഞ്ഞ് വയ്ക്കണ്ടേ, അങ്ങനെ പുളിയും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ സാമ്പാർ ഇത്രയും കട്ടി വേണ്ട. അപ്പോൾ കുറച്ച് വെള്ളം, നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാവും കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളക്കട്ടെ, എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ സാമ്പാർ തിളയ്ക്കാനായിട്ട് വെച്ചു. അപ്പോഴേക്കും അത് വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് അവന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ലഞ്ച് ബോക്സിൽ അവർ ഉപ്പുമാവ് കൊണ്ടുപോവില്ല. അപ്പോൾ ഞാൻ അവർക്ക് കൊണ്ടുപോകണ്ടാത്ത ദിവസങ്ങളിലാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ സാമ്പാർ തിളയ്ക്കാനായിട്ട് വെച്ചു. അപ്പുറത്തെ അടുപ്പിലേ ഞാൻ പയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കഷ്ണം മത്തങ്ങ ബാക്കിയുണ്ട്. അപ്പോൾ ഞാനതെല്ലാം കൂടി സാമ്പാറിലിട്ട് എങ്ങനെയാണ്, ആകെ മത്തങ്ങ മാത്രമാവില്ലേ എന്ന് വിചാരിച്ചിട്ട് 1 കഷ്ണം മത്തങ്ങ എടുത്തിട്ട് മത്തങ്ങയും പയറും കൂടി ഉപ്പേരി പോലെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർക്കാർ ഉപ്പേരി എന്ന് പറയില്ല, തോരൻ വെക്കുക അല്ലെങ്കിൽ ഉപ്പേരി വെക്കുക എന്നൊക്കെ പറയില്ല, ആ സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിന് പയർ ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു അടുപ്പിൽ പയർ വേവിക്കാനും വെച്ചു. പിന്നെ ഇപ്പുറത്ത് സാമ്പാറും റെഡിയാവുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ വന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. പാത്രം കഴുകി വരുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡിയാവും. അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
നല്ല ഉപ്പും പുളിയൊക്കെ നോക്കി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, പുളി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിയൊന്നും കുറവില്ല, കറക്റ്റ് തന്നെയാണ്. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കടുകാച്ചി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അത് അടുപ്പത്തേക്ക് വെച്ച് നമ്മളെ തേങ്ങ വറുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് കടുക് കാച്ചണത് കേട്ടോ. എപ്പോഴും വെറുതെ ഇങ്ങനെ കഴുകി വീണ്ടും വെക്കേണ്ട ആവശ്യമില്ല. തേങ്ങയും മുളകൊക്കെ വറുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ കടുകും മുളകും കറിവേപ്പിലയും ഒക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മത്തങ്ങ കൂടുതലായിട്ട് ഇങ്ങനെ മത്തങ്ങ സാമ്പാർ മാത്രമായിട്ട് വെക്കണത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു നമ്മുടെ മത്തങ്ങ സാമ്പാർ. ഇതിൽ കുറച്ച് വെണ്ടയ്ക്കൊക്കെ വാട്ടിയിട്ടാൽ നല്ലതാണ്, പക്ഷെ വെണ്ടയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് ഞാനത് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മത്തങ്ങ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മത്തങ്ങയും പയറ് വെന്ത് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിലെ ഉപ്പേരിയാണ് വെക്കണേ. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി നന്നായിട്ട് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ പച്ചമുളകൊക്കെ കഴിഞ്ഞു തുടങ്ങി, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുത്തിപ്പൊടിച്ച മുളകാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ മുഴുവൻ മുളക് നമ്മൾ കുത്തിപ്പൊടിച്ചെടുക്കില്ലേ, പക്ഷേ ചില്ലി ഫ്ലേക്സ് ആ സംഭവം അതാണ് കൂടുതൽ ടേസ്റ്റ് ഉപ്പേരിക്കൊക്കെ. അതിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം മുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാൻ മത്തങ്ങ ഇങ്ങനെ കഴുകി വാര വെച്ചിട്ട് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് വിസിൽ വരുത്തി കഴിഞ്ഞാലേ അങ്ങ് ഉടഞ്ഞ് പായസ പരിവായി പോവും. അപ്പോൾ ഉപ്പേരി വെക്കുമ്പോൾ നമുക്ക് അധികം അങ്ങനെ ഉടയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ്. ഇങ്ങനെ ആവിമേ മൂടി വെച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പയർ വേവിച്ചതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അതിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ് ഞാൻ മത്തങ്ങ വേവിക്കാനായിട്ട് ഇട്ടത് കേട്ടോ. അങ്ങനെ അത് വേവിക്കാനായിട്ടിട്ടു. അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നന്നായിട്ട് തിളച്ച് നല്ല ഉപ്പേരി വേവ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറയില്ലേ ഉപ്പേരി വേവ് എന്ന് പറയില്ലേ, നല്ല ഉടഞ്ഞു പോകും വേണ്ട, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരുവത്തിലാക്കി എടുത്തു. അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പയറും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പയറിൽ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പയറും കടലയും മുതലയും സാധനങ്ങളൊക്കെ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കുക കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഉപ്പിടാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വെള്ളം ഒഴിച്ചപ്പോഴും ഉപ്പുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തു. പയറിട്ട് കഴിഞ്ഞ് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി ആയപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അത് പിന്നെ കഴിച്ച് അങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് താഴെ പോയി. ഞാൻ പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമ്മളങ്ങനെ വെറുതെ താഴെ പോയി വരാം. അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോമൊക്കെ, അത് കാരണം കൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞ് എനിക്ക് കുളിക്കാനും സിക്സ് ബാത്ത് ഇരിക്കാനൊക്കെയുള്ള വെള്ളം ഞാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെയൊക്കെ ക്ലീൻ ചെയ്യാന്ന് നമ്മുടെ പരിപാടികൾ കഴിഞ്ഞുള്ളൂ. ഇനി ചോറ് വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. ചോറ് ഞാനിപ്പോൾ വെക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. ഇത്രയും നേരത്തെ ചോറ് വെച്ചാലേ ഞാൻ ഉച്ചയ്ക്കിലേക്കും രാത്രിയിലേക്കും കൂടി ചോറ് വയ്ക്കും. അപ്പോൾ അത് ഇത്രയും നേരത്തെ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ 2 ട്രിപ്പൊക്കെ ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോറ് വെച്ചാൽ മതി. ബാക്കി സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ അടുപ്പും അതുപോലെ തന്നെ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തുടച്ച് നമ്മുടെ ക്ലീനിങ് പരിപാടി കൂടി ഒപ്പം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പരിപാടി നമ്മുടെ അടുക്കളയൊക്കെ അടിച്ചു വാരി തുടയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടിച്ചു വാരി എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വാരലാണ്. അടുക്കള എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വാരി തുടയ്ക്കേണ്ടി വരും. നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും ഇവിടെ തന്നെ ആയതുകൊണ്ട് ക്ലീൻ ആയിട്ടിരിക്കണം. അതുകൊണ്ട് നമ്മളിവിടെയൊക്കെ ഇപ്പോൾ ഈ ഹോം മെയ്ഡായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്കറിയാം, നമ്മളെല്ലാ പണികളും കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നല്ല നീറ്റാക്കി വെക്കുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും നല്ല നീറ്റാക്കി വെക്കും. അത് സ്കെയിലാണ് കേട്ടോ, അതായത് വെയിറ്റ് നോക്കുന്ന സംഭവം. അത് ചോക്ലേറ്റ് ഓരോ കിലോൻ്റെ പാക്കൊക്കെ ആക്കി വെയിറ്റ് നോക്കുന്ന സമയത്ത് എടുക്കുന്നതാണ്. അത് അതിൻ്റെ അടിയിലേക്ക് തള്ളി വെച്ചേക്കാണ് കേട്ടോ. സ്ഥലപരിമിതി ഉണ്ട് നമുക്ക്. ഇനി വീട് വയ്ക്കുമ്പോൾ കുറച്ച് വലിയ സ്ഥലമൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാമെന്നാണ് വിചാരിക്കണേ. അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അടിച്ചു വാരാൻ കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തരിയായിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ അടിച്ചു വരുമ്പോൾ ഒക്കെ ചൂല് കൊണ്ട് അടിച്ചു വരുമ്പോൾ അത്രയും കണ്ട് പോരും. അത് ഒട്ടിപ്പോവും. ചോക്ലേറ്റ് മെൽറ്റായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുമല്ലോ. ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും.
അപ്പോൾ അത് അടിച്ച് വരുമ്പോൾ കുറച്ച് പോരുള്ളൂ. പിന്നെ തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കണം. ഇതൊക്കെ നന്നായിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ തുടച്ചെടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളത്തിൽ മോപ്പ് മുക്കിയിട്ട് ചൂടുവെള്ളത്തിലും നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ 2 വട്ടം 3 വട്ടമൊക്കെ നമ്മൾ കിച്ചൺ തുടച്ചെടുക്കും. ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കും കേട്ടോ. ചൂടുവെള്ളത്തിലാണ് തുടച്ചെടുക്കുക. ചൂടുവെള്ളത്തിൽ തുടച്ചെടുക്കുമ്പോൾ ആദ്യം നമ്മൾ വെറുതെ വെള്ളത്തിൽ തുടച്ചെടുക്കും. അത് കഴിഞ്ഞ് ഫെനോയിലോ അല്ലെങ്കിൽ ലൈസോളോ ഒക്കെ ചേർത്തിട്ടുള്ള വെള്ളത്തിൽ തുടച്ചെടുക്കും. ലാസ്റ്റ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്നുകൂടെ തുടച്ചെടുക്കും കേട്ടോ. കാരണം ഫെനോയിലോ അല്ലെങ്കിൽ ഈ ലൈസോളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മണം ഉണ്ടാവും അകത്ത്. ആ ഒരു മണം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പാടില്ല. അപ്പം നമ്മൾ വീണ്ടും ചൂടുവെള്ളത്തിൽ തുടച്ചെടുക്കുമ്പോഴാണ് ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു അംശമൊക്കെ നന്നായിട്ട് അങ്ങ് പോരുക. അപ്പോൾ ഒരു 3 വട്ടമൊക്കെ നമ്മൾ കിച്ചൺ തുടച്ച് ക്ലീനാക്കി എടുക്കും. ലാസ്റ്റ് നമ്മളിവിടെ ഈ ഒരു ഭാഗം കൂടി, ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു ഭാഗം ഞാനൊന്ന് അടിച്ചു വാരി ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിടും കേട്ടോ എല്ലാ ദിവസവും. കാരണം ഇവിടെയൊക്കെ ഞങ്ങൾ വന്നിരുന്ന് ചായ കുടിക്കാനൊക്കെ ഞാനും പപ്പിയും പിള്ളേരൊക്കെ ഇവിടെ വന്നിരിക്കാറുള്ളതാണ്. ഇപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ താഴെ ഇരിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കാറില്ല. എന്നാലും ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ച് ക്ലീനാക്കി ഇടും കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും തുടയ്ക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ 5:30 എണീറ്റ് വന്ന സമയത്ത് തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ അതിനിടയ്ക്ക് വെച്ച് പണികൾ കഴിയാത്തതുകൊണ്ട് നമ്മൾ അഴയിൽ വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് തുടച്ച് കഴിഞ്ഞ് അടുക്കള ഒന്ന് ഉണങ്ങാനുണ്ടല്ലോ. അപ്പോൾ അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമ്മൾ തുണികളൊക്കെ അയ്യൽ വിരിച്ചിട്ടു. നമ്മുടെ ചെടികളൊക്കെ നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനുള്ളൊരു സമയം ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. നനച്ചു കൊടുക്കലും വളരെ കുറവാണ്. നമ്മുടെ റൂബി പ്ലാന്റൊക്കെ ഭയങ്കര ശോചനീയ അവസ്ഥയിലാണ്. വെള്ളമൊഴിക്കാനൊക്കെ നമ്മൾ ചിലപ്പോൾ വാടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുക, അയ്യോ അത് വാടിയല്ലോ വേഗം വെള്ളമൊഴിച്ച് കൊടുക്കട്ടെ എന്നുള്ളത്. നമുക്ക് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ തുണികളൊക്കെ അയ്യാൽ വിരിച്ചിട്ടു. ഒരു 2 മിനിറ്റ് ഒന്ന് ചെടിയൊക്കെ നോക്കി നിന്നു കേട്ടോ. ചെടികളൊക്കെ നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് നോക്കി നിന്നു. നമ്മുടെ ബൊഗൻവില്ലയിലൊക്കെ നിറയെ പൂവിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 2 മിനിറ്റ്, അധികം സമയം നിൽക്കാനൊന്നും പറ്റില്ല. ഭയങ്കര കാറ്റാണല്ലോ, കാറ്റും തണുപ്പും. ഇതുവരെ വെയിലൊന്നും ഉദിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ പോയി നമ്മൾ വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 ബാത്ത് ഇരിക്കാനും കുളിക്കാനും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഒക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം തന്നെ തിരിച്ചു വന്നു കേട്ടോ. കാരണം നമുക്കിനി ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട്, പിന്നെ മരുന്നുകൾ കഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്താ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ചായ കുടിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം മരുന്നുകളൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ മുമ്പ് കഴിക്കാനുള്ള മരുന്ന് കഴിച്ചിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് പോയത്. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഉപ്പുമാവൊക്കെ എടുത്തു. കാപ്പി ഒരു 1/2 ഗ്ലാസ് കാപ്പിയും കൂടി എടുത്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മരുന്നുകൾ കഴിച്ച്, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമുക്ക് ഇവിടെയൊക്കെ ഒന്നുകൂടെ തുടച്ച് ക്ലീനാക്കിയിട്ട് വേണം, തുടച്ചിട്ട് ഈ ടേബിളൊക്കെ ഒന്നുകൂടി തുടച്ചിട്ട് വേണം, ചൂടുവെള്ളത്തിൽ ഒന്നുകൂടി തുടയ്ക്കണം. എന്നിട്ട് വേണം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട് കേട്ടോ. അങ്ങനെ ഉപ്പുമാവൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മേശ ആദ്യം നമ്മൾ ഇവിടെ ഒരു ടർക്കി വെച്ച് തുടയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു നല്ല തുണി വെച്ച് തുടയ്ക്കും. കാരണം നമ്മൾ അവിടെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ട്രേകളൊക്കെ എടുത്ത് വയ്ക്കുന്നത് അവിടെയാണ് കേട്ടോ. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നത് നമ്മൾ ഈ ഒരു മേശപ്പുറത്താണ്. അപ്പോൾ നമ്മളെപ്പോഴും നന്നായിട്ട് ക്ലീനായിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ആദ്യം ഒരു തുണി വെച്ച് തുടയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു തുണി വെച്ച്, വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അതൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ട് നമ്മൾ തുടങ്ങുക. അപ്പോൾ പപ്പ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരും ഒരുമിച്ച്. ഒറ്റയ്ക്കാണെങ്കിൽ ഇത്രയും 30 കിലോ ഒന്നും ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, കുറേ ടൈം എടുക്കും. 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നലെയും ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു തുണി ഇട്ടിട്ട് ഇങ്ങനെ മൂടിയിടുകയാണ് ചെയ്യുക. ക്ലോസ് ചെയ്ത് വെക്കില്ല പാത്രങ്ങൾ. അത് കഴിഞ്ഞ് ക്ലിയർ ആയതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് നമ്മളിത് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചോക്ലേറ്റുകളൊക്കെ ഞാൻ ഈ ഒരു സൈഡിലേക്ക് മാറ്റി ഒതുക്കി വെച്ചിട്ട് വേണമല്ലോ നമുക്ക് അടുത്തൊരു ട്രിപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റൂമിൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു മേശപ്പുറത്താണ് നമ്മളിത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് എടുത്തു വയ്ക്കുന്നത് ആ മേശപ്പുറത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കണമല്ലോ. ഇതിലൊക്കെ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. 2 ദിവസമായി നമ്മളിതുപോലെ തന്നെ അടുപ്പിച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ട്. പപ്പ സപ്ലൈക്ക് പോകുമ്പോൾ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുക. തന്നെ ഉണ്ടാക്കുമ്പോൾ
രാവിലെ ഒരു ട്രിപ്പ് വൈകിട്ട് ഒരു ട്രിപ്പ് അങ്ങനെ ഉണ്ടാക്കാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. നമുക്കങ്ങനെ ഒറ്റയ്ക്കാവുമ്പോൾ ഇത്ര അധികമൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ചോക്ലേറ്റ്സ് ആണ് ഇരിക്കണത്. ഇന്ന് പപ്പ സപ്ലൈക്ക് പോണിലിനി പാക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ പപ്പയും കൂടി ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്കൊരു കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ആ റൂമിലെ മേശയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുത്തിട്ട് ആണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഏപ്രണൊക്കെ ഇട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏപ്രൺ ഉണ്ടാക്കണത് കേട്ടോ. ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അതിൻ്റെ പോക്കറ്റിന് ഇതൊരു ഷർട്ടാണ് അജുവിൻ്റെ. അപ്പോൾ അതിൻ്റെ പോക്കറ്റിന് ചെറിയൊരു കീറൽ വന്നപ്പോൾ പിന്നെ അവൻ ഇടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ഞാൻ ഏപ്രണാക്കി കൺവെർട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തതാണ്. അങ്ങനെ ഏപ്രണിട്ട് ഗ്ലൗസ് ഇട്ട് തൊപ്പിയിട്ട് ഒക്കെയാണ് നമ്മൾ പോണത്. അപ്പോൾ ഈ തൊപ്പിയാണ് ഞാൻ ഇടുക കേട്ടോ. ഓരോ ദിവസവും മാറി മാറി ഇടും. ഇതുപോലത്തെ ഒരു 3 തൊപ്പിയുണ്ട് എൻ്റെ അടുത്ത്. കാറ്റും തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു തൊപ്പി യൂസ് ചെയ്യണത് കേട്ടോ. മറ്റേ നമ്മൾ തലയിലിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് ഇടണില്ല. അത് ഇടാതെ ഇതാണ് ഇടുന്നത് കേട്ടോ. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ അത് ഇടും. ഇപ്പം അത് ഇട്ടിട്ട് എനിക്ക് കാര്യമില്ല. ചെവിയിലേക്കൊക്കെ ഭയങ്കര കാറ്റടിക്കും. ആ റൂമിലൊരു ജനലുണ്ട്, അതിലേ നല്ല കാറ്റ് വരും. പിന്നെ പുറത്തുനിന്ന് നല്ല കാറ്റും തണുപ്പും ഉണ്ടല്ലോ. അപ്പോൾ എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു തൊപ്പിയാണ് വെക്കണത് കേട്ടോ. ഒരു ദിവസം ഈ തൊപ്പി വയ്ക്കും. അത് കഴിഞ്ഞാൽ അത് അന്ന് രാത്രി അത് മാറ്റി തിരുമ്പാനിടും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വേറെ തൊപ്പിയിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫുൾ സെറ്റപ്പിൽ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കണത്. അപ്പോൾ എനിക്ക് തന്നെ കാണാമല്ലോ ഞാൻ ഈ കാണിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ. ഇത്രയും നാളും ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമായിരുന്നു നിൽക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ. ഞാൻ ഡോറൊക്കെ അടച്ചിട്ടിട്ട് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. മറ്റത് എനിക്കിങ്ങനെ ക്യാമറയിൽ കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുക ചെയ്യാറ്. അതിൻ്റെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങിയാലോ? അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട് ഒരു 10 മണിയോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 10 മണിയോട് കൂടി പപ്പയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ ഞങ്ങൾ 6 കിലോ ആണ് ഞങ്ങളുടെ ഒരു അളവ് കേട്ടോ. ഞങ്ങളുടെ റെസിപ്പിയുടെ അളവ് 6 കിലോ ആണ് വരിക. അത് ഈ വലിയ പാത്രം ഞങ്ങളുടെ ഓവനിൽ വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ ആയിട്ട് മെൽറ്റ് ചെയ്തിട്ടാണ് ഓവനിൽ വെച്ച് മെൽറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു പാത്രത്തിൽ വെച്ച് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഇങ്ങനെ ഓരോരോ പാർട്ടായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. കാരണം നമ്മൾ കൈ കൊണ്ട് എത്ര മിക്സ് ചെയ്താലും നന്നായിട്ടങ്ങ് മിക്സായി കിട്ടില്ല. അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ മോൾഡ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് നന്നായി തട്ടി അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ തന്നെ അത് ഒഴിക്കണം, ഞാൻ തന്നെ തട്ടി ഞാൻ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സമയം പപ്പ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ മോൾഡ് ചെയ്യുമ്പോഴേക്കും പപ്പ അത് ഓരോന്നായി എടുത്ത് തട്ടി റെഡിയാക്കി സെറ്റായതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുണ്ടാക്കി കഴിയും. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് 3 മണിക്കൂറായിട്ട് മാറും കേട്ടോ ചോക്ലേറ്റ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മോൾഡ് ചെയ്തു. അത് കഴിഞ്ഞത് ആ ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളത് ഡിമോൾഡ് ചെയ്യും. ഒരു അരമണിക്കൂറൊക്കെ അല്ലെങ്കിൽ 1 മണിക്കൂർ ഫ്രിഡ്ജിലിരിക്കുമ്പോഴത്തേക്ക്, അതായത് എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ആദ്യം വെച്ചതൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ 2 ട്രിപ്പ് ഉണ്ടാക്കി. 2 ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 12 കിലോയോളം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 2 മണിയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 മണിയായി. 2 മണിയായപ്പോൾ ഞങ്ങൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെയും പണികളുണ്ട് കേട്ടോ. മോൾഡുകൾ കഴുകാനുണ്ട്. അതായത് ഇതിന് മുമ്പ് നമ്മൾ ഇന്നലെ വരെ ഉണ്ടാക്കിയത്, ഇന്ന് പുതിയ മോൾഡാണ് എടുത്തത്. ഇന്നലെ വരെ ഉണ്ടാക്കിയിരുന്ന ഒരു 2-4 ദിവസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മോൾഡ് നമ്മൾ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. 3-4 ദിവസം കൂടുമ്പോൾ നമ്മൾ മോൾഡ് കഴുകാനായിട്ട് ഇടും കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുക്കും. എന്നിട്ടാണ് വീണ്ടും ഉണ്ടാക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് 3 മണിയാകുമ്പോൾ വന്ന് വീണ്ടും നമ്മൾ ചോക്ലേറ്റ് കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ പോവാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ അമ്മച്ചിയുടെ കുർബാന ഓഫീസൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പള്ളിയിൽ പോവാണ്. 6 മണിക്കാണ് കുർബാന. അപ്പോൾ ഒരു 3 മണി തൊട്ട് 5 മണി വരെ ഞങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കി. അതിന് ശേഷമാണ് ഞങ്ങൾ പള്ളിയിലേക്ക് വന്നത് കേട്ടോ. അങ്ങനെ 6 മണിയുടെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. തിരിച്ച് വന്നിട്ട് പിന്നെ വീണ്ടും അതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഞങ്ങൾ 5 മണിയാകുമ്പോഴത്തേക്കും റെഡി ആവാനായിട്ട് പോയപ്പോൾ ചോക്ലേറ്റ് കുറച്ച് ഉണ്ടാക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കിയിട്ടാണ്. ജോക്കുട്ടനുണ്ട് ഞങ്ങളുടെ കൂടെ തിരിച്ച് വരുമ്പോൾ.
അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റ്സൊക്കെ ഉണ്ടാക്കിയതാ. ഈ ഒരു ബോക്സ് ഉച്ചയ്ക്ക് ഫില്ലായിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഏകദേശം ഒരു 30 കിലോയോളം ചോക്ലേറ്റ് നമ്മളൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലേ ദിവസം ഉണ്ടാക്കിയതും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. ആ ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു. പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. ഇത്ര ആയപ്പോൾ തന്നെ അത്യാവശ്യം ഞങ്ങൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇനി ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.